ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെ കെഎസ്യു പ്രവർത്തകർ നടത്തിയ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണെന്ന് എ.സി. മൊയ്തീൻ എം.എൽ.എ. കുന്നംകുളത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും ലക്ഷ്യം വെച്ച് യു.ഡി.എഫും പോഷക സംഘടനകളും ആസൂത്രിതമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്ന് എം.എൽ.എ. ആരോപിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിയെ ആക്രമിക്കാൻ പ്രത്യേക ഗുണ്ടാ സംഘത്തെയാണ് നിയോഗിച്ചത്. ഇത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവുമാണ് യൂത്ത് കോൺഗ്രസിനെയും കെഎസ്യുവിനെയും അക്രമ സമരങ്ങളിലേക്ക് ഇളക്കിവിടുന്നത്. ഇന്ത്യക്ക് തന്നെ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും അതിന് നേതൃത്വം നൽകുന്ന മന്ത്രിയെയും ഇകഴ്ത്തി കാണിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. മന്ത്രിക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷവാദികളും ശക്തമായി പ്രതിഷേധിക്കണമെന്ന് എ.സി. മൊയ്തീൻ എം.എൽ.എ. പറഞ്ഞു. കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതാണോ കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ അക്രമത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം അല്പനിമിഷം മുമ്പ് കണ്ടു. ഇത് സംഭവിക്കാനിടയില്ലാത്തതാണ് എന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുകയാണ്. മുമ്പൊരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിമാനയാത്രയ്ക്കുള്ളിൽ ആളുകളെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ നടത്തിയ ശ്രമവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ ബോധപൂർവം കേരളത്തിലെ ജനകീയരായ മന്ത്രിമാരെ ആക്രമിക്കാനും രാജ്യത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമമാണ് യൂത്ത് കോൺഗ്രസിനെ ഇളക്കി വിട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ നിർവഹിക്കുന്നത്. ശ്രീമതി വീണ ജോർജിൻ്റെ നേരെയുണ്ടായ ഈ അതിക്രമത്തെ അതിശക്തിയായി ഞാൻ അപലപിക്കുന്നു. ജനാധിപത്യവാദികളുടെ മതനിരപേക്ഷവാദികളുടെ എല്ലാ പ്രതിഷേധവും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഒരു കൂട്ടം അക്രമി സംഘം കെഎസ്യുവിൻ്റെ പേരിൽ അതിൻ്റെ നേതാവ് ഇപ്പം ന്യായീകരിക്കുന്നത് കണ്ടു. ആ നേതാവിൻ്റെ നേതൃത്വത്തിലെ ഉപദേശമനുസരിച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്ന് വേണം കരുതാൻ. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിഷേധം അതിശക്തമായി ഉയരണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.